ദേശീയപാത നിർമ്മാണത്തിലെ പിഴവുകൾ സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നു എം.വി. ഗോവിന്ദൻ. ദേശീയപാത നിർമ്മാണത്തിലെ പിഴവുകൾ സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കെട്ടിവയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. LDF സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ ദേശീയപാത വികസനം ഉണ്ടാകില്ലായിരുന്നുവെന്നും 6000 കോടി രൂപയാണ് സർക്കാർ ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കലിന് മാത്രമായി ചെലവാക്കിയതെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഇതിൽ ആർക്കാണ് ഉത്തരവാദിത്വമെന്ന് ദേശീയപാത അതോറിറ്റി തന്നെ അറിയിച്ചു. കേന്ദ്രത്തിനാണ് ദേശീയപാത നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ഇടതുപക്ഷ സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ ദേശീയപാത 66 യാഥാർത്ഥ്യമാകില്ലായിരുന്നുവെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. BJPക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയ കരിമ്പട്ടികയിൽപ്പെട്ട കമ്പനികൾ പലതും കരാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഗോവിന്ദൻ ആരോപിച്ചു. ഈ കമ്പനികളുടെ സുതാര്യത പരിശോധിക്കണം. ദേശീയപാത DPRൽ മാറ്റം വരുത്തിയെന്ന ആരോപണം അസംബന്ധമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ദേശീയപാത പൊളിയണമെന്നാണ് ചിലർക്ക് ആഗ്രഹമെന്നും പ്രതിപക്ഷം വികസനത്തെ തടയുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കെതിരെയെല്ലാം സമരം നടത്തിയെന്നാരോപിച്ച ഗോവിന്ദൻ ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കണമെന്നും പറഞ്ഞു. അതേസമയം ദേശീയപാതയിൽ 50ഓളം ഇടങ്ങളിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി സംസ്ഥാന സർക്കാരിന് യാതൊരു ബന്ധവുമില്ലെന്ന് ഇപ്പോൾ പറയുന്നു. കൂരിയാട് മാത്രമല്ല, തിരുവനന്തപുരത്തും കൊല്ലത്തും ഉൾപ്പെടെ പലയിടത്തും ദേശീയപാതയിൽ വിള്ളൽ വീണിട്ടുണ്ട്. അവിടെയൊക്കെ പോയി പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് റീൽസ് ഇടട്ടെ. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ. നാണക്കേട് മറയ്ക്കാൻ വേണ്ടി മന്ത്രി എന്തൊക്കെയോ പറയുകയാണെന്നും VD സതീശൻ പറഞ്ഞു. പാലാരിവട്ടം പാലത്തിന് അപാകതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ പേരിൽ വിജിലൻസ് കേസെടുത്ത സർക്കാരിന് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ ഒരു കേസുമെടുക്കാൻ താൽപ്പര്യമില്ല. വിള്ളൽ അടച്ചാൽ മതിയെന്നാണ് പറയുന്നത്. വലിയ മഴ വരാനിരിക്കെയാണ്. വലിയ വിള്ളലും കാണാനിരിക്കുന്നതേ ഉള്ളൂവെന്നും VD സതീശൻ പറഞ്ഞു.